ടോട്ടലായി ഒരു 70 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേക്കർ വസ്തുവും അത്യാവശ്യം താമസിക്കാൻ പറ്റിയ ഒരു 3 ബെഡ്റൂമോട് കൂടി ഒരു പഴയ മോഡലിൽ ചെയ്തേക്കുന്ന പഴമ നിലനിർത്തി ചെയ്തേക്കുന്ന ഒരു റൂഫിംഗ് ഓടിട്ട് സെറ്റാക്കി നിർത്തിയേക്കുന്ന ഒരു വീടും വസ്തുവും കൂടി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. പ്ലോട്ടിൻ്റെ വില മാത്രം, വസ്തുവിൻ്റെ വില മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പെർ സെൻറ്റ് 70,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജിൽ വരുന്ന ഈ വീട് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതിനകത്ത് വാങ്ങിയെടുക്കാൻ പറ്റും. അത്യാവശ്യം ഫ്രണ്ടേജ് നല്ല വീതിയുള്ള പ്ലോട്ടാണ്. ഏകദേശം ഒരു 30 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വീതിയുണ്ട്. ഇതേപോലെ അങ്ങ് ബാക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബാക്കിൽ റബ്ബർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആദായം എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ടാണ്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം താമസിക്കാൻ പറ്റിയ ഒരു വീടും കൂടിയാണ് ഈ വസ്തുവിൻ്റെ വിലയ്ക്ക് നമ്മൾ തരുന്നത് നിങ്ങൾക്ക്. ഇപ്പോൾ ഇതിൻ്റെ വിലഭാഗം ടോട്ടലായി വന്നാലും 70 ലക്ഷം രൂപയെ വരത്തുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 15 സെൻറ്റ് ഒരു വീടും കൂടെ വാങ്ങണമെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരു 70-75 ലക്ഷം രൂപയോളം വരും. ഇതിപ്പോൾ നമുക്ക് ടോട്ടലായി ഒരേക്കർ വസ്തുവും ഒരു വീടും കൂടിയാണ് തരുന്നത്. ഇത് നമുക്ക് ആ വീടിന് സിറ്റ് ഔട്ട് ചെയ്തേക്കുന്നതാണ്. ഇപ്പം അത്യാവശ്യം റെനോവേഷൻ വർക്ക് ചെയ്ത് ഫുള്ള് ടൈലൊക്കെ ഇട്ട് വൃത്തിയാക്കി ഇട്ടേക്കുന്ന ഒരു പ്ലോട്ടാണ്. നല്ല പ്ലാവും തടിയിലാണ് ഫ്രണ്ട് ഡോറ് ചെയ്തേക്കുന്നത്. അതുപോലെ നേരെ ഹാളിലേക്ക് കയറുമ്പോൾ ഫറഗോള ഗ്ലാസ്സൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ മോഡൽ വർക്കോട് കൂടിയാണ് ഇത് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് അക്വേറിയമോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഗ്ലാസ് ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്കുന്നത്. അപ്പം ഇത് ഹാളാണ്. അതുപോലെ നേരെ ഈ കയറുമ്പോൾ ഇടത് സൈഡിനൊരു റൂം നല്ല രീതിയിൽ വൃത്തിക്ക് ചെയ്തേക്കുന്ന ഒരു വീടാണ്. അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ റൂം. മൂന്നാമത്തെ റൂം. അതുപോലെ നേരെ ഇറങ്ങുമ്പോഴത്തേക്ക് കിച്ചൺ, വലത് സൈഡിന് കിച്ചൺ. പുകയില്ലാത്ത അടുപ്പ് ഉൾപ്പെടെ ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കി നിർത്തിയേക്കുന്ന ഒരു വീടാണ്. ഇവിടെ അത്യാവശ്യം ഒരു വർക്ക് ഏരിയ സ്പേസ് ആയിട്ടോ സ്റ്റോറേജ് റൂമായിട്ടോ നമുക്ക് ഉപയോഗപ്പെടുത്തിയെടുക്കാം. ഇവിടെ നേരെ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ബാത്റൂം ചെയ്തിട്ടുണ്ട്. അകത്തുകൂടെയാണ് ചെയ്തേക്കുന്നത്. കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ബാത്റൂം, ഒരു വാഷിംഗ് ഏരിയ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. നല്ല രീതിയിൽ ഭിത്തി തേച്ച് പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി നിർത്തിയേക്കുന്നത്. ബാക്കിൽ റൂഫിംഗ് ഷീറ്റ്, ഫ്രണ്ടേജിൽ ഓടുമാണ് ഇട്ടേക്കുന്നത്. പഴയ മോഡലിൽ പഴമ നിലനിർത്തിയാണ് ഈ വീട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ അകത്ത് ബാത്റൂം ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. നമുക്ക് റബ്ബർ പ്ലാന്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ടാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആദായം എടുക്കാനും പറ്റിയ ഒരു പ്ലോട്ടാണ്. ഏകദേശം ഒരു 10 വർഷത്തോളം നമുക്ക് ഇനിയും ഇതിനകത്തു നിന്ന് ഈൽഡ് എടുക്കാൻ വരുന്ന ഒരു പ്ലോട്ടാണ്. ഒരേക്കർ വസ്തുവാണ് ടോട്ടലായി വരുന്നത്. ഇതിനകത്ത് ചെറിയ പാറ കാര്യങ്ങളെല്ലാം നിൽപ്പുണ്ട്. ഫ്രണ്ടേജിലാണ് നമുക്ക് വീട് നിൽക്കുന്നത്. ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജാണ്. അത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ്. റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് വീട് നിൽപ്പുണ്ട്. അവിടെ നിന്ന് ബാക്കിലേക്കാണ് നമുക്ക് ഈ പ്ലോട്ട് വരുന്നത്. വേണമെങ്കിൽ ആ സൈഡിൽ കൂടെ ഒരു തടം വെട്ടിയാലും ഇതിനകത്ത് നമുക്ക് പ്ലോട്ടാക്കി തിരിക്കണമെങ്കിലും അങ്ങനെ ചെയ്യാം. അതല്ല, ഒരുമിച്ചെടുത്ത് നിങ്ങൾക്ക് ആദായമെടുത്ത് ജീവിതമാർഗ്ഗമായിട്ട് ഉപയോഗപ്പെടുത്തിയെടുക്കാം. കാര്യം എന്ന് പറയുമ്പോൾ വീട്, താമസ സൗകര്യത്തിൻ്റെ വീടുണ്ട്. അതിപ്പം റെനോവേഷൻ വർക്കൊക്കെ ചെയ്ത് നിർത്തിയേക്കുന്ന ഒരു വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തി എടുക്കാൻ പറ്റുന്നൊരു പ്ലോട്ടാണ്. പിന്നെ അത്യാവശ്യം നല്ല പാഴ്മരങ്ങൾ, മഹാഗണി കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതിനകത്ത് നിൽപ്പുണ്ട്. വീട് പണിയോ കാര്യങ്ങളോ ചെയ്യുന്നവർക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് തടി വേണമെങ്കിൽ ഉപയോഗപ്പെടുത്തിയെടുക്കാം. റബ്ബറിൽ നിന്നും ടാപ്പിംഗ് ചെയ്ത് ഈൽഡ് എടുക്കാനും പറ്റുന്ന ഒരു പ്ലോട്ടാണ്. നമുക്ക് റബ്ബർ വെട്ടി ഷീറ്റ് ഉറച്ചു വയ്ക്കാനും അതുപോലെ തന്നെ ഷീറ്റ് അടിക്കാനുള്ള റോളർ മെഷീൻ ഉൾപ്പെടെ നല്ല രീതിയിലൊരു ഷെഡ് അടിച്ചവർ ചെയ്തിട്ടുണ്ട്. അതുൾപ്പെടെ നമ്മുടെ ഈ പ്ലോട്ടിൽ വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് റബ്ബർ വെട്ടിയിട്ട് വേറെ എങ്ങും കൊണ്ടുപോകണ്ട, ആരെയും ആശ്രയിക്കേണ്ട ആവശ്യവും വരത്തില്ല. നമുക്ക് ഈ വസ്തുവിൻ്റെ വിലയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നത്. നമ്മുടെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജിൽ വരുന്ന കോൺക്രീറ്റ് റോഡാണ് ഈ കാണുന്നത്. അപ്പം ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് നേരെ ഫ്രണ്ടേജിൽ തന്നെ നമുക്ക് കിണറും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ ജലലഭ്യതയുള്ളതാണ്. വറ്റുന്ന കിണറല്ല, ഇത്ര നല്ല ഉണക്കായിട്ട് നല്ല രീതിക്ക് വെള്ളം നിൽപ്പുണ്ട്. വാമനാപുരം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ശാഖയാണിത്, കുറ്റിമൂട് ബ്രാഞ്ച്. അതിന് നേരെ എതിരിനായിട്ടുള്ള ഈ കാണുന്ന റോഡ് കുറ്റിമൂട് കാഞ്ഞിരമ്പാറ. ഈ പ്ലോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കല്ലറ കുറ്റിമൂട് ജംഗ്ഷനിൽ നിന്നും കുറ്റിമൂട് കാഞ്ഞിരമ്പാറ മേലാറ്റുകുഴി റോഡ്. ഈ ബോർഡ് നോക്കി നമുക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ ചെല്ലുമ്പോൾ കാഞ്ഞിരമ്പാറ ഫാമിലി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ ഫ്രണ്ടേജിലൂടെയുള്ള റോഡ്
ഏകദേശം ഒരു 500 മീറ്റർ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓണറുമായി ബന്ധപ്പെടാവുന്നതാണ്.